ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തായ് വിഭവമാണ്. പ്രോൺസ് റൈസ് പേപ്പർ ബാഗ്. ഇത് നമുക്കൊരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് വളരെ അടിപൊളി ഒരു വിഭവമാണ് നമ്മുടെ ഈ സ്നാക്സ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീനും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ വീതം, പിന്നെ പാകത്തിന് ഉപ്പെന്ന് പറഞ്ഞാൽ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുള്ളതുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ചതയ്ക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 10-15 മിനിറ്റ് അവിടെ വയ്ക്കുക. നമ്മുടെ ചെമ്മീനിൽ മസാലകളൊക്കെ നന്നായി പിടിച്ചോട്ടെ. അത് കഴിഞ്ഞ് നമ്മളിത് ഓയിലിൽ തന്നെ വറുക്കണം. അതായത് വെളിച്ചെണ്ണ പാടില്ല. വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഈ വിഭവത്തിന് ശരിയാവില്ല. അതിനുശേഷം നമ്മൾ ഒരുപാട് മൂക്കാതെ വറുത്തെടുക്കണം. അതായത് മുരിഞ്ഞു പോവരുത്. ചെമ്മീൻ ഇങ്ങനെ വറുക്കണമെങ്കിലും വെന്ത പാകത്തിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കണം. അപ്പോഴാണ് ടേസ്റ്റ്. മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രുചി ഉണ്ടാവില്ല. ഇനി നമ്മളിതൊന്ന് ഇളക്കി മസാലകളൊക്കെ ഇതിനോടൊന്ന് ചേരുന്ന പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു വലിയ സവോള ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്ന കാര്യങ്ങളൊന്നും വേവാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റുള്ള വെജിറ്റബിൾസിനേക്കാളും കൂടുതൽ സവോള ഒന്ന് വാടേണ്ടതുകൊണ്ടാണ് ഞാൻ സവോള ആദ്യം ചേർത്തത്. അതുപോലെ തന്നെ അത്രയ്ക്ക് തന്നെ കാബേജും അതിൻ്റെ പകുതി ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മധുരവും. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാമെന്ന് വേണമെങ്കിൽ മസാലയിലേക്ക് ഈ പച്ചക്കറികളൊന്ന് മിക്സ് ആവും. അത്രയേ വേണ്ടൂ. അതിനുശേഷം ഞാൻ തായ് റെഡ് ചില്ലി ആണ് ചേർത്തിട്ടുള്ളത്. അതില്ലാത്തവർ നമ്മുടെ സാധാരണ കാന്താരി മുളകോ സാധാരണ പച്ചമുളകോ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള മുളകാട്ട തായ് റെഡ് ചില്ലി. നമുക്ക് എത്ര എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചമുളകും ചേർക്കാം. അതിനുശേഷം തായ് ചില്ലി ഗാർലിക് സോസും ഓയിസ്റ്റർ സോസും പിന്നെ 8 to 9 സോസും ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് 3ഉം നല്ല ഫ്ലേവറായിട്ടുള്ള നല്ല സോസാണ്. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഫില്ലിങ്ങിന് കിട്ടുക. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത് ഈ സോസുകളൊക്കെ ചേർത്തതിന് ശേഷമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോസിൽ ഉപ്പുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് തായിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തുളസി ഇലയാണ്. ബേസിൽ ലീവ്സ്, അതായത് നമ്മുടെ കൃഷ്ണ തുളസി ഇല. പിന്നെ നമ്മൾ കുറച്ച് റോസ്മേരി കൂടി ചേർക്കുന്നുണ്ട്. അത് അവർ ചേർക്കുന്നില്ല, പക്ഷെ ഞാൻ ചേർത്തതാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നിർബന്ധമില്ല, പക്ഷെ അത് ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അവസാനം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. മല്ലിയില, പുതിനയില അങ്ങനെയുള്ള ഇലകളൊന്നും ചേർക്കരുത് കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് മാറ്റും. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളി പൊടിയരിഞ്ഞ് നന്നായി മൊരിയണം. അത് നമ്മൾ ഓയിൽ തന്നെയാട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റാണ്. അത് നന്നായി മൊരിച്ചിട്ട് അത് നമുക്ക് വഴറ്റി മൊരിക്കാനൊന്നും പാടില്ല. സെപ്പറേറ്റ് നമ്മൾ സൺഫ്ലവർ ഓയിലിൽ മൊരിച്ച് തന്നെ ചേർക്കണം. അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിലോ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഷീറ്റ്, ഇതാണ് റൈസ് പേപ്പർ. റൈസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുക്കി ഉടനെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ അത് ആകെ കുഴഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലിംഗ് വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിക്കുകയാണെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പാനിലാണെങ്കിൽ പാൻ ഫ്രൈ ആണെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്, പക്ഷേ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നിൽ തൊടാതെ വേണം വെക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. നമുക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെല്ലാം അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ബട്ടറിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. എന്നിട്ട് നമുക്കിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബട്ടറില്ലേ, ബട്ടറിൻ്റെ ഉള്ളിൽ ഇതും ഒരു ചീസ് സ്ലൈസ് വയ്ക്കുക, ഇതൊരെണ്ണം വയ്ക്കുക. എന്നിട്ട് നമുക്കത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ മറിച്ചിടുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കലൊക്കെ ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തമ്മിൽ ഒട്ടാതെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മറിച്ചിടാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത്രയ്ക്കും സോഫ്റ്റാണ് ഈ റൈസ് പേപ്പർ. അപ്പോൾ നമ്മൾ പ്രോൺസ് റൈസ് പേപ്പർ ബാഗ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കിയുള്ള വീഡിയോസ് കാണണം, അഭിപ്രായം പറയണം, ലൈക്കും കമൻറ്റും ഒക്കെ വാരിക്കോരി തരണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ ഈ
പ്രോൺസ് റൈസ് പേപ്പർ ബാഗ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ തായ് ഭാഷയിലൊരു പേരാണ്, ശരിക്കും പറയാൻ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ നോക്കിയിട്ടാണ് ഞാൻ ഈ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല കേട്ടോ.